വെറുതെ കളിച്ചണ കുട്ടി ഇതവളെ വളന്നെ വെറുതെ ആണ് കാര്യം. ആ വാല് കൊണ്ടേ വരുന്ന വളെ വാത് ഇപ്പൊ ഡോറക്കും ചെറിയ ഐഡിയസ്. ഇന്ന് നമ്മൾ ചെറിയൊരു യാത്രയിലാണ്. നമ്മുടെ വയനാട് എന്നൂർ എന്ന് പറഞ്ഞൊരു ഗോത്ര എന്താ പറയുക ഇതൊരു സംഭവം. അപ്പോൾ ഇത് തുടങ്ങിയത് മുതലുണ്ട് ഞാൻ അവിടെ നിന്ന് പോകണം എന്ന് പറയണം. അപ്പോൾ ഒരു തവണ ഞങ്ങൾ ഇറങ്ങിയിട്ട് അത് പോയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഏതായാലും നമുക്ക് നോളജ് സിറ്റി വരെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ റീൽ പിടുത്തക്കാരാണ് കേട്ടോ. അപ്പോൾ ട്രയൽ ഇത് നോക്കുകയാണ്. ഞങ്ങൾ അവിടെ ചുരത്തുനിന്ന് നിർത്തിയിട്ട് കുറച്ച് നേരം കണ്ടു. നല്ല മഞ്ഞുള്ളൊരു സമയമായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നല്ല മഞ്ഞ് വെച്ചാൽ നല്ല മഞ്ഞുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴാണെന്ന് തോന്നുന്നു അവിടെ എത്തിയത്. അപ്പോൾ നല്ല മഞ്ഞുണ്ടായിരുന്നു. എനിക്ക് ആണെങ്കിൽ മഞ്ഞ് കാണാൻ തണുപ്പ് കൊള്ളാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ആക്ച്വലി ഞാനും ഹസ്ബൻഡ് ചെറിയൊരു പിണക്കായിരുന്നു കേട്ടോ. അപ്പോൾ പിണക്കം മാറ്റാനുള്ള ഹസ്ബൻഡിൻ്റെ 18ാമത്തെ തടവായിരുന്നു ഈ ഒരു യാത്ര. അപ്പോൾ നമ്മൾ കുറേ സമയം ഒരുമിച്ച് നിൽക്കുമ്പോൾ അറിയാതെ വണ്ടി പോകുമല്ലോ. അപ്പോൾ എനിക്കെല്ലാം തന്നെ വീട്ടിൽ തന്നെ കുറച്ച് സമയം ഉണ്ടാകുമ്പോൾ ഞാൻ അറിയാതെ അങ്ങനെ വണ്ടി പോകും. അപ്പോൾ ഇപ്പോൾ ഒരുപാട് സമയം കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ മിണ്ടി അറിയാതെ അങ്ങനെ അവിടെ ഓക്കെ ആയി. അങ്ങനെ ഏതായാലും ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. എന്നൂർ അവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്ത ശേഷം ഓരോ ഓഫ് റോഡ് ജീപ്പുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഓഫ് റോഡാണ്. അപ്പോൾ ആ ഒരു വണ്ടിയിലാണ് നമ്മളെ കൊണ്ടുപോവുക. അപ്പോൾ വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഈ ഒരു ബബിൾ ഞാൻ എവിടെ കണ്ടാലും മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കില്ല. ഒരു കരയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് കണ്ണിലാവും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ കുട്ടികളാകുമ്പോഴല്ലേ ഇപ്പോൾ അതൊക്കെ ആവശ്യം വരുന്നുള്ളൂ എന്നുള്ളൊരു ചിന്തയിൽ അവിടുന്ന് വാങ്ങിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ ആ ജീപ്പ് കയറി പോവുകയാണ്. അപ്പോൾ നമ്മൾ കുട്ടി വ്ളോഗർ വേറെ ഫോണിലും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല കുലുങ്ങിയിട്ടുള്ള റോഡും നല്ല റോഡും ഒക്കെ കടന്നിട്ട് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല മഞ്ഞുള്ള സമയം തന്നെയാണ് അവിടെ. അവിടെ ഈ ഒരു എൻട്രീൻ്റെ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ കയറി ഉള്ളിലെത്തിയപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് അവിടെ ഇങ്ങനെ മഴ പാറ്റാൻ തുടങ്ങി. അപ്പം നമ്മൾ വരുമ്പോഴല്ലേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നന്നായിട്ട് മഴ നനഞ്ഞ് തന്നെ അവിടെയൊക്കെ നടന്നിട്ടോ. ഇവിടെയൊക്കെ കുറച്ചുകൂടി മുന്നോട്ട് കുട്ടി നിന്നാൽ അവളെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ മഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നടന്ന് കാണാനുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത്. പ്രത്യേകിച്ച് ഇതോ കാണാനുണ്ടോയെന്ന് വെച്ചാൽ ഈ ഒരു പഴയ കാലത്തുള്ള ഈ സംഭവങ്ങളൊക്കെ ഇപ്പം നമുക്ക് കാണാൻ നല്ല ഭംഗിയായിട്ടാണല്ലോ തോന്നുന്നത്. അന്ന് അവർക്കെല്ലാം ഇപ്പം നമുക്കായാലും നമ്മൾ കുറച്ച് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലെങ്കിലും പിന്നീട് അത് കാണുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് തോന്നും. അപ്പോൾ ഇത് മതിലും ഒക്കെ ഒരു മണ്ണിൻ്റെ ഒരു ലുക്കുള്ള സ്ട്രക്ചറിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ അത് ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെപ്പോലെ ചില ഭ്രാന്തന്മാർ മാത്രം മഴയും കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. മഴ സ്ട്രോങ് ആയപ്പോൾ ഞങ്ങളവിടെ കയറി. ഞങ്ങൾ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഫുഡ് ഉണ്ടെന്നൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് കഴിക്കാൻ വെച്ചിട്ട് പോയതായിരുന്നു. അപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ. ഈ ഒരു ഹോൾ ഇങ്ങനെ ഉണ്ട് എന്നല്ലാതെ ഒരു ഫുഡും അവിടെ ഒന്നും ഇല്ല. കുറച്ചപ്പുറത്തൊരു ചായയും ഇതുണ്ടെന്ന് തോന്നുന്നു. വേറെ ഫുഡ് പറയാൻ ഒന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല മഴ ആയപ്പോൾ ഞങ്ങളവിടെ കയറി നിന്നിട്ട് പിന്നെ മഴ നിന്നുണ്ടാകുമ്പോൾ പിന്നെ ഞങ്ങൾ ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണാനായിട്ട് തുടങ്ങി. അപ്പോൾ അത് ആ കാണുന്ന ഹട്ട് പോലത്തെ സംഭവമാണ് ഇനി ഇവിടെ കാണാനുള്ളത്. ഇങ്ങനെ നടന്ന് കുറച്ചങ്ങോട്ട് കയറാനൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും നല്ല ഭംഗിയുള്ള സംഭവം തന്നെയാണ് കാണാൻ. ഒരുപാട് സംഭവങ്ങളൊന്നും കാണാനില്ലെങ്കിലും ഉള്ളത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇപ്പുറത്തായിട്ട് ചെറിയൊരു ബിൽഡിങ്ങിലാണ് ഓരോ സ്റ്റാളുകളൊക്കെ ഉള്ളത്. അവിടുത്തെ കുറച്ച് പ്രൊഡക്ട്സും ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ അതിലൊക്കെ ഇങ്ങനെ നടന്നു എന്നല്ലാതെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സോ ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല. അങ്ങനെ ഈ ഒരു കുറച്ച് ദൂരം നിന്ന് നേരത്തെ കാണിച്ച ആ ഒരു സംഭവത്തിൻ്റെ അവിടെ എത്തി. അപ്പോഴാണ് അവിടേക്കുള്ള ഈ എൻട്രീൻ്റെ അവിടെ ഈ ഒരു അമ്പെയ്ത്ത് കാണുന്നത്. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് മതിലയാടി ഞാനും അവിടെ പോയി. ഞാനും ഒന്ന് അമ്പെയ്തൊക്കെ നോക്കിയിട്ടോ. അപ്പോൾ അത് അയാൾ അതിൻ്റെ ചെയ്യുന്ന ആൾ എന്താ 30 രൂപക്കോ 40 രൂപക്കോ എങ്ങാനും 3-4 അമ്പ് അങ്ങനെ സംഭവം. അപ്പോൾ മൂപ്പരല്ലാതെ വേറെ ആർക്ക് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ നമ്മൾ കണ്ടതിൽ. അപ്പോൾ ഹസ്ബൻഡ് ഒന്ന് ചെയ്ത് നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞാനിത് ഇങ്ങനെ വലിച്ചിട്ട് പിടുത്തൊക്കെ കറക്റ്റാണെന്നൊക്കെ മൂപ്പര് പറയുന്നുണ്ട്. പക്ഷേ ഇത് വലിച്ചിട്ട് ഇത് വിടാൻ പറ്റണില്ല എനിക്ക്. ഞാൻ കുറേ വിട്ട് നോക്കി. ഞാൻ വിട്ടിട്ട് പോണില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് ഞാൻ. സംഭവം ഞാൻ ഒരു വിരൽ വിടുന്നില്ല ആക്ച്വലി. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ലാസ്റ്റ് ഏതായാലും എനിക്ക് പേടിയാവും. ഇതിങ്ങനെ വലിച്ച് പിടിച്ചിട്ട് വിടുമ്പോൾ ഒരു പേടി. വിട്ട് നോക്കിയപ്പം അതിമറ്റേ തട്ടിയുമില്ല. അങ്ങനെ ആ ആഗ്രഹം സാധിച്ച് തിരിച്ച് നമ്മൾ ആ സംഭവങ്ങളൊക്കെ കാണാനായിട്ട് പോയി. അപ്പോൾ ഇങ്ങനെ ചെറിയ ഒരു വീട് പോലെ അങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ് അവിടെ ഉള്ളത്. അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു വീടിൻ്റെ ഉള്ളിലെങ്ങാനും കുറച്ചൊരു പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ട് എന്നല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിൻ്റെ റൂഫൊക്കെ ചെയ്തിരിക്കുന്നത് പഴയ ആ രീതിയിൽ തന്നെയാണ്. ഓല എന്താ പറയുക, ഓലല്ല
അങ്ങനത്തെ എന്തോ സംഭവം കൊണ്ട് തന്നെയാണ് റൂഫൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നല്ലാതെ ബാക്കിയുള്ള വീട്ടിൻ്റെ ഉള്ളിലൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം കണ്ട് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകാനും എൻട്രൻസിൻ്റെ അവിടെ നടന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ജീപ്പ് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്നൂർ യാത്ര. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ പിണക്കൊക്കെ മാറി തിരിച്ച് നാട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. ബൈ.